പാല്. ഈ സമയത്ത് ഞാൻ പാല് കുടിക്കാറില്ല. നീ കുടിച്ചോ? ഞാനും കിടക്കാൻ നേരം പാല് കുടിക്കാറില്ല. ഈ വീട്ടിൽ ഇത്രയും ഫ്രൂട്ട്സ് ഞാൻ ആദ്യമായിട്ട് കാണുക. പിന്നെ ബെഡില് മുല്ലപ്പൂവ്, കുടിക്കാൻ പാല്, ഇതൊക്കെ ആരുടെ ഐഡിയ? ഭാമാന്റിയുടെ. ഇതിലൊന്നും അല്ല സുസ്മിത കാര്യം. മനസ്സുകളുടെ ഐക്യത്തില. അതേ അഭിപ്രായം തന്നെ എനിക്കും രോഹിത്. അല്ല രോഹിത് ഏട്ടൻ. അപ്പോ ശാന്തി മുഹൂർത്തത്തിലേക്ക് കടക്കല്ലേ? രോഹിത് ഏട്ടാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അതിനു മുമ്പ്. നിനക്ക് പറയാനുള്ളത് എന്താന്ന് ഞാൻ പറയട്ടെ സുസ്മിത. ഇത്രയും കാലം ചെയ്തതിലൊക്കെ എനിക്ക് പശ്ചാത്താപമുണ്ട്. എന്നെ പ്രേമിച്ച് വഞ്ചിച്ചതില് ഖേദമുണ്ട്. പക്ഷേ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷം മുതൽ നീ മറ്റൊരു സ്ത്രീയായി പുതിയൊരു ജീവിതത്തിന് എന്റെ നല്ല ഭാര്യയായിട്ട് ജീവിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുക നീ. പക്ഷേ അതിന് നിനക്ക് കുറച്ച് സമയം വേണം. അതുകൊണ്ട് ശാന്തി മുഹൂർത്തം നമുക്ക് മറ്റൊരവസരത്തിലാവാം. ഇതല്ലേ ഞാൻ പറയാൻ കരുതി വെച്ചിരുന്നതൊക്കെ ഈ മരങ്ങോടൻ എങ്ങനെ അറിഞ്ഞു? ഇതൊക്കെ ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്നായിരിക്കും. അക്കൂട്ടത്തിൽ എനിക്കെന്തെങ്കിലും വിശേഷണം നീ ചാർത്തി തന്നിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കിയേക്കണം. കാരണം ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാ. എന്റെ മനസ്സിൽ തോന്നുന്നതൊക്കെ ഇവൻ അതേപടി പറയാണല്ലോ. മൈൻഡ് റീഡിംഗ് ഒന്നുമല്ല സുസ്മിതേ. ഇതൊക്കെ തന്നെയല്ലേ നീ പറയാൻ വന്നത്? അതെ. അത് മനസ്സിലാക്കാൻ ഒരു പരഹൃദയജ്ഞാനത്തിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക്. നിന്നെ പോലെ വിഷലിപ്തമായ മനസ്സുള്ള ഒരു സ്ത്രീ ഇതുപോലെ ഒരു മുഹൂർത്തത്തിൽ എങ്ങനെ ചിന്തിക്കുമെന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. പക്ഷെ നീ പറയാൻ ഉദ്ദേശിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നല്ലത്. എനിക്കല്ല, നിനക്ക്. രോഹിത്, അല്ല രോഹിത് ഏട്ടാ, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാ. ആത്മാർത്ഥമായിട്ടാണെങ്കിലും അല്ലെങ്കിലും എന്റെ ശാന്തി മുഹൂർത്തത്തെ പറ്റി എനിക്കൊരു തീരുമാനമുണ്ട്. രോഹിത്, നിന്നെ എനിക്ക് വേണ്ടടി. താലി കെട്ടുകയാണെങ്കിൽ അത് നിന്നെ മാത്രമാണെന്ന് പറഞ്ഞേ ഞാൻ നിന്റെ പിന്നാലെ നടന്നത്. നിന്റെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ടല്ലെന്ന് നിനക്കറിയാലോ. എന്റെ അച്ഛന്റെ മരണത്തിന്റെ കണക്ക് പറയണമായിരുന്നു എനിക്ക് നിന്നെ കൊണ്ട്. ഈ ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ച് ഒരു പടക്കുതിരയെ പോലെ കുതിച്ചു പാഞ്ഞ നിന്നെ താലിച്ചിറടുന്ന കടിഞ്ഞാണിൽ കുടുക്കി ഇവിടെ പിടിച്ച് കെട്ടണമായിരുന്നു. പിന്നാലെ വന്ന എന്നെ പുറംകാലുകൊണ്ട് തട്ടി എറിഞ്ഞ നീ വിനീത വിധേയായി സർവം സമർപ്പിക്കാൻ നിയുക്തയായി നിൽക്കുമ്പോ നിന്റെ മുഖത്ത് നോക്കി എനിക്കിത് പറയണമായിരുന്നു. നിന്നെ എനിക്ക് വേണ്ട. ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഒരു പുരുഷന് പറയാൻ കഴിയുന്ന ഏറ്റവും ക്രൂരമായ വാക്കുകളാണിതെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കി. പക്ഷേ ഇപ്പോ ഈ നിമിഷം നിന്റെ കണ്ണുകളിൽ അറിയാതെയാണെങ്കിലും പൊടിഞ്ഞ ഒരു തുള്ളി കണ്ണുനീര് മതി സുസ്മിതേ എന്റെ അച്ഛന്റെ ആത്മാവ് എനിക്ക് മാപ്പ് നൽകാൻ. നിന്നെ പ്രേമിച്ചതിന്റെ പിഴ നിന്റെ കഴുത്തിൽ താലി കെട്ടി ഞാൻ ഒടുക്കി സുസ്മിതേ. എന്നെ സംബന്ധിച്ച്
നിനക്കുള്ള ശിക്ഷയും പൂർത്തിയായി. ഒരു യക്ഷയോ ദുർമന്ത്രവാദിനിയോ കല്യാണം കഴിക്കുന്നതിന് തുല്യമാ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നതെന്ന് നിന്നോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള നീയുമായി ശാന്തി മുഹൂർത്തം ആഘോഷിക്കാൻ കൊതിച്ചിരിക്കുകയാണ് ഞാനെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. താലി കെട്ടുന്നതും ഭാര്യയാവുന്നതും രണ്ടും രണ്ടാ സുസ്മിതേ. ഒരു പുരുഷന്റെ മുന്നിൽ താലിക്ക് വേണ്ടി തല കുനിച്ചു കൊടുക്കാൻ ഏത് സ്ത്രീക്ക് സാധിക്കും? പക്ഷേ ഒരു ഭാര്യയാകാൻ സമർപ്പണവും സ്നേഹവും ത്യാഗവും എല്ലാം ആവശ്യമാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യ സ്ത്രീയായി നീ മാറി കഴിയുമ്പോൾ നമുക്ക് ആലോചിക്കാം ഒരു ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്. രോഹിത്തിന്റെ താലിയും കഴുത്തിലിട്ടുകൊണ്ട് നടക്കാന്നല്ലാതെ ഭാര്യയാകാനുള്ള യോഗ്യത നിനക്കില്ല എന്നർത്ഥം. കിടന്നോ? ഇവിടെയല്ല, ദാ അവിടെ. മാറിക്കിടക്കുക എന്നുള്ളത് നിന്റെ തീരുമാനം. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നീ പറഞ്ഞത് ശരിയാടാ. ഒരു പെണ്ണിനുണ്ടാകാവുന്ന ഏറ്റവും വലിയ അപമാനം തന്നെ ഇത്. ഇതിനടക്കമുള്ള പിഴ കൂടി നീ ഒടുക്കേണ്ടി വരും. ഇതുവരെ നീ സുസ്മിതയുടെ പിന്നാലെ ആയിരുന്നെങ്കിൽ ഇനി സുസ്മിത നിന്റെ പിന്നാലെയാണടാ കണക്ക് തീർക്കാൻ. പുറത്ത് കേട്ടത് വെച്ച് സുസ്മിത ആ വീട്ടിൽ അധികം നാളെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എളുപ്പത്തിൽ പൊട്ടിക്കാവുന്നതല്ലല്ലോ അമ്മേ അവളുടെ കഴുത്തി കിടക്കുന്നത്. താലിച്ചരടല്ലേ. സുസ്മിതയ്ക്ക് ആ താലിച്ചരട് ഒരു പ്രശ്നം? എടോ, ഇയാളെന്താ കല്യാണത്തിന് വരായിരുന്നു? എന്താടേ, എന്തു പറ്റി? പ്രീതി, അയ്യോ പ്രീതി, മോളെ പ്രീതി, എന്താ അർജുൻ, ഇതെന്താ പറ്റിയതെന്താ? മോളെ വയറിന് പിടിക്കാത്ത വല്ലതും കഴിച്ചോ? മോളെ ശാരി, കുറച്ച് വെള്ളം എടുത്തോണ്ടേ. മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക്? ഇല്ല ശാരദാമ്മേ. മോളെ
അർജുൻ, എന്താ പ്രശ്നം? എന്താ വിഷ്ണു, ഇന്ന് ചില സംഭവങ്ങളുണ്ടായി. അല്ല, മോൾക്കിത് 8ാമത്തെ മാസമല്ലേ? ഇതെല്ലാം അറിയുമ്പോ നിന്റെ അമ്മയുടെ പ്രതികരണം എന്തായിരിക്കും? അമ്മ എന്നോട് ക്ഷമിക്കും, എനിക്കത് ഉറപ്പാ. ഇല്ലടി, നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊന്നെന്ന് ആരോപിച്ചല്ലേ എന്നെ കൈവിലം അണിയിച്ച് ആ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത്? ഇപ്പൊ എവിടുന്ന് പൊട്ടിമുളച്ചടി 8 മാസം പ്രായമുള്ള നിന്റെ ഈ ദിവ്യ ഗർഭം? അമ്മേ, ഞാൻ പറയുന്നു. അവിടെ ഒരു പെൺകണ്ണീര്. അപ്പൊ അമ്മ അറിഞ്ഞു അല്ലേ? വിഷ്ണുട്ടാ, ഇനി മോളെ അറിയട്ടെ, മകൾക്ക് കുഞ്ഞുണ്ടാവാൻ പോകുന്ന കാര്യം ആദ്യം അറിയേണ്ടത് അമ്മ തന്നെയാ. ഇപ്പോഴെങ്കിലും അത് അറിഞ്ഞത് നന്നായി. അമ്മ, അത് കാര്യമായിട്ട് തന്നെയാ മോളെ ഞാൻ പറഞ്ഞത്. ഇടി മൂടി വെക്കാൻ പറ്റുന്ന സംഗതി വല്ലതും ആണോ ഇത്? നാളെ ഒരു കുഞ്ഞുമായി സത്യാമ്മയ്ക്ക് മുന്നിലേക്ക് ചെന്ന അവര് ചോദിക്കില്ലേ പ്രീതി എപ്പോഴാ ഗർഭിണിയായിരുന്നു എന്ന്? എന്നായാലും അറിയും. അറിയാൻ താമസിക്കും തോറും പ്രതികരണം രൂക്ഷമായിരിക്കും. മോളെ, അമ്മയുടെ രോഷപ്രകടനത്തിലൊന്നും മോൾക്ക് സങ്കടം വേണ്ട. ഏതമ്മയും അങ്ങനെ പ്രതികരിക്കൂ. അത് മോളോടുള്ള ദേഷ്യം കൊണ്ടല്ല, സ്നേഹ കൂടുതൽ കൊണ്ട് തന്നെയാ. ഇനി കൺമുൻപിൽ കണ്ടുപോരുതെന്ന ശാരദാമ്മ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ കാണാതിരിക്കാൻ പറ്റുമോ ഒരമ്മയ്ക്ക്? അതിപ്പോ കുഞ്ഞായിരിക്കുമ്പോ ഭക്ഷണം കഴിക്കാതെ മടിച്ചിരിക്കുന്ന മക്കളോട് അമ്മമാര് പറയാറില്ലേ കോക്കാച്ചി ഒന്ന് പിടിച്ചോണ്ട് പോകുന്നു? അത് മക്കളെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകാൻ ആഗ്രഹിച്ചിട്ടാണോ? നോക്കിയേ, ഈ പൊക്കിൾക്കൊടി ബന്ധമെന്ന് പറയുന്നതേ മുറിച്ചു മാറ്റിയാലും അദൃശ്യമായി പിന്തുടരുന്നതാ. മക്കളുടെ കാലിലൊരു മുള്ളു കൊള്ളുമ്പോ അമ്മയുടെ ഹൃദയത്തിലാ കാരമുള്ളു കുത്തിയിറങ്ങുന്നത്. നീ ഇനി അമ്മയായുള്ള ബന്ധം മുറിച്ചാലും അമ്മയ്ക്ക് മുറിക്കാൻ പറ്റില്ല. എടി, അല്ലെങ്കിൽ നിനക്ക് ഇവിടെ ഒരു അമ്മയില്ലേടി? നൊന്ത് പ്രസവിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലെന്നേ ഉള്ളൂ. ശാരദാമ്മ, രാഘവേട്ടൻ കിടക്കുന്നില്ലേ? രാഘവേട്ടനോട് ചോദിച്ചത്. നീ കിടന്നോ ഭാമേ? മറ്റുള്ളവരുടെ കാര്യം നീ എന്തിനാ തിരക്കുന്നത്? മറ്റുള്ളവർക്കൊരു മനസ്സുണ്ടെന്ന് നീ പരിഗണിക്കാറൊന്നുമില്ലല്ലോ. എല്ലാവരും നിന്റെ ഇഷ്ടത്തിനൊത്ത് ആടേണ്ട മരപ്പാവകൾ മാത്രം, മകനും മകളും എല്ലാം. ഇത്രയ്ക്ക് ഭംഗിയായിട്ട് എന്നെ വിഡ്ഢിയാക്കിയിട്ട്
രാഘവേട്ടൻ തന്നെ ഇതെന്നോട് പറയണം. സത്യം പറഞ്ഞ കഴുത്തിന് പിടിച്ച് തള്ളി പുറത്താക്കേണ്ടിയിരുന്നത് പ്രീതിയായിരുന്നില്ല. ഇത്രയും നാൾ എന്റെ കൂടെ ജീവിച്ചിട്ടും എന്നോട് കള്ളം കാണിച്ച എന്റെ ഭർത്താവിനെയാ. എന്നാ പുറത്താക്കടി, എന്നെ അടിച്ച് പുറത്താക്ക്. രാഘവേട്ടൻ, ഞാൻ ഇതും കൂടി കേൾക്കാനുണ്ടായിരുന്നുള്ളൂ ഞാൻ. ന്യായമല്ലെന്ന് അറിഞ്ഞിട്ടും നിന്റെ പിടിവാശികൾക്കും ഭ്രാന്തികൾക്കും കൂട്ടുന്നതിന്റെ ശിക്ഷയായത്. അമ്മ എന്തു പറഞ്ഞാലും അതിനൊപ്പം അവിടുന്ന് പാവം മാത്രമാ. മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ ഈ രാഘവൻ നായർ. എല്ലാം സഹിച്ചു, എല്ലാം ക്ഷമിച്ചു, മക്കളോരോരുത്തരായിട്ട് കൈമുട്ടു. എന്നിട്ട് ഒടുവിൽ എനിക്ക് കിട്ടിയ പ്രതിഫലം കൊള്ളാം. രാഘവേട്ട, എന്റെ ഒരു നാവ് പിഴ കൊണ്ട് മിണ്ടരുത്, നീ മിണ്ടിപ്പോകരുത്. വീൽ ചെയറിലേക്ക് വീണുപോയതുകൊണ്ടേ ഒരു പഴം തുണി നായിപ്പോയിട്ടില്ല രാഘവൻ നായർ. ആണത്തം കാട്ടുന്നില്ലെന്ന് പലരും പരിഹസിക്കുമ്പോഴും അതെന്റെ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് പലപ്പോഴും മനസ്സുകൊണ്ട് സ്വയം ന്യായീകരിച്ചിരുന്നവനാ ഞാൻ. നീ അങ്ങനെ ഒരു പരിഗണന തരാത്ത സ്ഥിതിക്ക് ഇനിയത് വേണ്ട, ഇനിയതില്ല. അതെ, സത്യഭാമയുടെ കാൽച്ചുവട്ടിൽ ഒരു വാലാട്ടിപ്പട്ടയെ കിടക്കാനേ ഇനി രാഘവൻ നായരെ കിട്ടത്തില്ല. രാഘവേട്ടൻ, ഈ ഒരു രാത്രി മാത്രം മതി ഭാമേ. നാളെ മുതൽ രാഘവൻ നായർ നേരിട്ട് ഇറങ്ങാൻ പോവുക കളത്തിലേക്ക്. എല്ലാം ഞാൻ നേരെയാക്കി കാട്ടിത്തരാം, എല്ലാം. ഇവിടെ രണ്ട് ദോശ. അതെ, വീട്ടിൽ നിന്ന് ആരെയും കണ്ടില്ലല്ലോ ഇതുവരെ. ശാരദാമ്മ വന്നൊന്ന് തല കാണിച്ചിട്ട് പോയതാ. വന്നപ്പോ മുതൽ ഇവിടെ കിടക്കായിരുന്നു അമ്മേ. തിരികെ അറിയും ചെയ്യുമായിരുന്നു രാത്രി മുഴുവൻ. വേദന ഉണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ഇപ്പോഴാണോടി നീ പറയുന്നത്? പാതിരാത്രി അമ്മ ഉണത്തണ്ടാന്ന് കരുതി. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? വിഷ്ണു, അർജുൻ ആരും ഇല്ലല്ലോ മോളെ ഇവിടെ. ശാരദാമ്മേ, രാജി, എന്താ ശാരദാമ്മേ? പ്രീതിക്ക് പ്രസവ വേദന തുടങ്ങിയെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്ക ശാരദാമ്മേ. നീ പോയൊരു വണ്ടി പിടിച്ചോണ്ട് വാ, വേഗം ചെല്ല്. അല്ല, അതിനിവിടെ ഇപ്പൊ വണ്ടി. അയ്യോ, പ്രീതി, ഇടി ഒന്ന് പെട്ടെന്ന് പോ. കൈവടിയായാലും മതി, അല്ലെങ്കിൽ ചുമന്നെടുക്കും ഈ ശാരദ. കൈക്ക് ഇപ്പോഴും അതിനുള്ള ശക്തിയൊക്കെ കൊണ്ടിരിക്കെ. പ്രീതി ചേച്ചി, നീ പോയില്ല ഇതുവരെ? ശാന്ത പറഞ്ഞു വിട്ടിട്ടുണ്ട്. അയ്യോ മോളെ, 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 പ്രീതി. ശാരദാമ്മേ, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതിനിപ്പോ ഒന്ന് നോക്കണ്ട ശാരദാമ്മേ, ഒരു നിമിഷം വൈകണ്ട. എടുക്ക്. മോളെ, പ്രീതി, കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അമ്മേ. അയ്യോ ശാരദാമ്മേ, എന്റെ പൊന്നു മോളെ. ശാരദാമ്മേ, ഒന്ന് പെട്ടെന്ന് എടുക്ക്. എനിക്ക് മോളെ, ശാരദാമ്മ, എന്താ എനിക്ക് എന്താ മോളെ? എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താന്ന് പറയേ. അയ്യോ പ്രീതി, പ്രീതി,
ഈശ്വരാ. പ്രീതി പ്രീതി മോളെ